എത്രമാത്രം പ്രിയപ്പെട്ടവനായിരുന്നു അർജുൻ, അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പരിചിതമായ മുഖമായി അർജുൻ മാറി എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഈ കണ്ണാടിക്കൽ ഗ്രാമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച. അർജുന്റെ വീട്ടിലേക്ക് ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പോവുകയാണ്. ആംബുലൻസിനുള്ളിൽ അർജുന്റെ ഭാര്യ, സഹോദരി ഭർത്താവ് ജിതിനുണ്ട്. ഒപ്പം തന്നെ ഈ വാഹനത്തിൽ ഈ ആംബുലൻസിനുള്ളിൽ തന്നെ ഈശ്വർ മാൽപ്പയുണ്ട്. അങ്ങനെ ഈ ആംബുലൻസ് അർജുന്റെ വീട്ടിലേക്ക് വരികയാണ്. നമുക്കറിയാം, ധാരാളം ആളുകൾ പലയിടങ്ങളിൽ നിന്നായി, കോഴിക്കോട് ജില്ലയിൽ നിന്നല്ല മറ്റ് ജില്ലയിൽ നിന്ന് അടക്കം എത്തിയ ധാരാളം ആളുകൾ അവസാനമായി ഒരു നോക്ക് കാണാൻ, അർജുനെ ഒരു നോക്ക് കാണാൻ, അർജുനൊരു ആദരാഞ്ജലി അർപ്പിക്കാനായി ധാരാളം പേരാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയ വികാര നിർഭരമായി തന്നെ ആളുകൾ കണ്ണു നിറഞ്ഞുകൊണ്ട് കൈ കൂപ്പിക്കൊണ്ട് പൂക്കൾ അർപ്പിച്ചുകൊണ്ടൊക്കെ അർജുന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ണാടിക്കിലേക്ക് എത്തുമ്പോൾ കാണാൻ കഴിയുന്നത്. തീർച്ചയായും ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ സ്വന്തമായി മാറിയ, അവരുടെയൊക്കെ പ്രിയപ്പെട്ടവനായി മാറിയ, അവരുടെയൊക്കെ നോവായി മാറിയ ഒരാളാണ് അർജുൻ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അങ്ങനെയുള്ള അർജുനെ അവസാനമായി കാണാൻ നാനാഭാഗങ്ങളിൽ നിന്നും, അത് പലയിടങ്ങളിൽ നിന്ന്, അത് മറ്റു പല ജില്ലകളിൽ നിന്നായി ധാരാളം ആളുകളാണ് ഇപ്പോൾ ഇവിടേക്ക് ഈ അർജുനെ ഒരു നോക്ക് കാണാൻ, അവസാനമായി ഒരു നോക്ക് കാണാൻ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഒരു ചെറിയ വഴിയാണ്, വലിയ വഴിയൊന്നുമല്ല. ഇപ്പോൾ ഒരു ആംബുലൻസിന് കടന്നു പോകാൻ കഴിയുന്ന ഒരു റോഡാണ്. ആ റോഡിൽ കൂടെ ആംബുലൻസ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നു. അർജുന്റെ വീട്ടിലേക്ക് എത്തുന്നു. അർജുൻ സ്ഥിരമായി ട്രക്ക് ഓടിക്കാനായി പോയ വഴി, അല്ലെങ്കിൽ അർജുൻ ജനിച്ചു വളർന്ന നാടാണ്, കളിച്ചു വളർന്ന നാടാണ്. ഒരുപാട് ഈ വഴികളിലൂടെ അർജുൻ നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അർജുൻ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടിലേക്ക് ചേതനേറ്റ ശരീരമായി അർജുൻ എത്തുമ്പോൾ തീർച്ചയായും വികാര നിർഭരമായ കാഴ്ചകൾ തന്നെയാണ്. അർജുന്റെ മാതാപിതാക്കളെ പോലെ, അർജുന്റെ ഭാര്യയെ പോലെ, അർജുന്റെ സഹോദരനെ പോലെ ഒക്കെ തന്നെ ആ രീതിയിൽ തന്നെ, ആ ഒരു വേദനയോടുകൂടി തന്നെ അർജുന് ആദരമർപ്പിക്കുന്ന. ശരിയാണ് ഫിലിക്സ്, നമ്മളടുത്ത് സംസാരിച്ചവരും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പലരും അർജുന്റെ അച്ഛനുമായിട്ട് അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മറ്റംഗങ്ങളുമായിട്ട് അത്രത്തോളം അടുപ്പമുള്ളവരാണ്. പക്ഷേ അർജുനെ അധികം കണ്ടിട്ടില്ല. ഈ വീട്ടുകാരെല്ലാം പറഞ്ഞു, പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞ അർജുനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ആ നാട്ടിലെ അച്ഛൻ ആരുമായിട്ടൊക്കെ അടുപ്പമുണ്ടോ അവർക്കെല്ലാം അർജുനെ കുറിച്ച് അറിയാം. പക്ഷേ കൂടുതലും അവരാരും കണ്ടിട്ടില്ല. കാരണം 19ാമത്തെ വയസ്സ് മുതൽ അധ്വാനിച്ചു തുടങ്ങിയ ഒരു യുവാവാണ്. 2014 മുനീറിനൊപ്പം ചേർന്ന് ആ ലോറിയിൽ യാത്ര തുടങ്ങി ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് തുടങ്ങിയ ഒരാളാണ്. അർജുനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അർജുനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും അർജുന്റെ കഷ്ടപ്പാടുകളെ കുറിച്ചറിയാം, അർജുന്റെ പ്രയത്നത്തെ കുറിച്ചറിയാം. ആ അർജുൻ പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും സങ്കടമുണ്ടാകും, അത്രത്തോളം വേദനയുണ്ടാകും.